ടീം ലീഡർ ബാങ്കിനടുത്ത് എന്ത് പറയണമെന്ന് ആലോചിച്ച് ഹ്യൂൺ പേടിച്ച് നിൽക്കുന്നുണ്ടേ ഡോജൂൺ അങ്ങോട്ടേക്ക് വരും. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ടെസ്റ്റ് ബിയറിന്റെ ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ടെന്ന് ഇയാൾക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് ഹ്യൂണിന്റെ അടുത്ത് ചോദിക്കും. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ അവൾ അന്തം വിട്ട് നോക്കും. കമ്പനിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഇയാൾക്കല്ലേ അതിന്റെ ചാർജ്, എന്നിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബാക്കി എല്ലാവരും പുറത്തു പോയിട്ട് മാനേജർ ജാങ് മാത്രം ഇവിടെ നിൽക്കാനായിട്ട് പറയും. അങ്ങനെ എല്ലാവരും പേടിച്ച് പുറത്തു പോകും. ഇവനാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. സെക്രട്ടറി ഗോ അവിടെ നിന്ന് ആക്ഷൻ ഒക്കെ കാണിക്കും. അതിന്റെ ഇടയ്ക്ക് കൂടെ ഇവരും വെറുതെ ആണെന്ന് കാണിക്കും. അന്നേരമാണ് ഇതൊക്കെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഹ്യൂണിന് മനസ്സിലാവുന്നത്. എല്ലാവരും നോക്കുമ്പോൾ പ്രസിഡന്റ് മാനേജർ ജാങ്ങിനെ വഴക്ക് പറയുന്നു. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ടീമിലെ എല്ലാവർക്കും കൂടിയുള്ള വഴക്കാണ് അവൾ ഒറ്റയ്ക്ക് കേൾക്കുന്നതെന്ന് അവരൊക്കെ വിചാരിക്കും. ഓഫീസിലെ റൂമർ സ്പ്രെഡ് ചെയ്യുന്നത് അറിഞ്ഞിട്ട് മിനുക്ക് കൺസേണോടുകൂടി ഹ്യൂണെ കാണാനായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അവൾ അവനോട് പറയും. റോജുൻ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും പറയും. അവനാണെങ്കിൽ ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് നല്ല ദേഷ്യമുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ആരെങ്കിലും ഐഡന്റിറ്റി മനസ്സിലാക്കിയാലോ, ഇത് ഞാൻ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഹ്യൂൺ അവനടുത്ത് പറയും. പ്രശ്നങ്ങൾ അതുകൊണ്ടും തീരുന്നില്ല. കമ്പനിയുടെ പ്രസിഡന്റ് അയാളുടെ അധികാരം മിസ്യൂസ് ചെയ്തു, ഒരു എംപ്ലോയി പ്രഗ്നന്റ് ആണ്, അബോർഷൻ നിർബന്ധിച്ചു എന്നെല്ലാം പറഞ്ഞ് എല്ലായിടത്തും ന്യൂസ് വരും. അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ താഴെ പോകാനായിട്ട് തുടങ്ങും. എന്ത് ചെയ്യണമെന്ന് സെക്രട്ടറി ഗോയ്ക്ക് അറിയത്തില്ല. പുറകെ കോൾസും മെസ്സേജസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഡോജൂണിന്റെ ഫോൺ വാങ്ങി ഓഫ് ചെയ്ത് വെക്കും. അവനാണെങ്കിൽ ഹ്യൂണിനെ വിളിക്കണമെന്നുണ്ട്. അതിന് പക്ഷേ സെക്രട്ടറി ഗോ സമ്മതിക്കത്തില്ല. അന്നേരത്തേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വരും. ആരാണ് ഇതിന് പിന്നിലെന്ന് നിനക്കറിയാലോ, നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജംഗും കാത്തു നിൽക്കുകയാണ്. അതൊരു എക്സ്ക്യൂസ് ആക്കിയിട്ട് നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ജംഗും നോക്കുന്നത്. എന്തായാലും ഇത് ഫേക്ക് ന്യൂസ് ആണല്ലോ, നമുക്ക് അങ്ങനെ തന്നെ വാർത്ത കൊടുക്കാമെന്ന് അച്ഛൻ പറയും. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവൻ കാര്യങ്ങളൊക്കെ അച്ഛനോട് തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിന്നെയും ഈ കമ്പനിയെയും ആ പെൺകുട്ടിയെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയണം എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത്. പക്ഷെ അവളുടെയും കുട്ടിയുടെയും എക്സിസ്റ്റൻസ് ഡിനൈ ചെയ്യുന്ന കാര്യം ഡോജൂണിന് സമ്മതമല്ല. ലിഫ്റ്റിലേക്ക് കയറാൻ വരുമ്പോഴും ആളുകളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഹ്യൂൺ കേൾക്കും. മനഃപൂർവ്വം ആ പെൺകുട്ടി അങ്ങനെ ചെയ്തതാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ടീം ലീഡർ ബാങ്ക് ദൂരെ നിന്ന് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളെയാണോ കണ്ടതെന്നാണ് ഇപ്പൊ അവർക്ക് സംശയം. ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് തോന്നിയത്, ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയില്ല. ഇനി എനിക്ക് തെറ്റിയതാണോ എന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെക്രട്ടറി ഗോ അങ്ങോട്ടേക്ക് വരും. സെക്രട്ടറി ഗോയുടെ അടുത്ത് അവർ നേരിട്ട് ചോദിക്കും. പക്ഷേ സെക്രട്ടറി ഗോ അതിന് മറുപടി പറയാതെയാണ് പോകുന്നത്. അന്നേരം അവർക്ക് സംശയം കൂടും. ടീം ലീഡർ ബാങ്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കോഫി വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ ഹ്യൂൺ അത് കുടിക്കത്തില്ല. ഇയാൾ എന്തുകൊണ്ടാണ് കുറെ നാളായിട്ട് കോഫി കുടിക്കാത്തത്, ബിയറും ടേസ്റ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് തുറന്നു പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാളെ ഏൽപ്പിച്ച പ്രോജക്ട്സ് മുഴുവൻ ഞാൻ മാനേജർ നായിക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ടീം ലീഡർ ബാങ്ക് അവിടുന്ന് പോകുന്നത്. ഹ്യൂൺ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ടീംമേറ്റ്സിനും ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവളൊരു വർക്കഹോളിക് ആയതുകൊണ്ട് തന്നെ ഡേറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് വിചാരിച്ചിട്ട് അവരതൊരു സംശയം മാത്രമാണെന്ന് വിചാരിച്ചു പോകും. ടീം ലീഡർ ബാങ്കിന് സംശയം ഉണ്ടെന്ന് ഹ്യൂണിനും സെയോണിനും മനസ്സിലാവും. തുറന്നു പറഞ്ഞാലോ എന്ന് ഹ്യൂണിനുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. ഇപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ കാര്യങ്ങൾ വഷളാകത്തേ ഉള്ളൂ. കമ്പനിയിലെ പ്രശ്നങ്ങൾ അത്രയ്ക്കും രൂക്ഷമായിട്ടിരിക്കുകയാണ്. എന്തായാലും ഡോജൂൺ എന്തെങ്കിലും വഴി കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് സെയോൺ അവളെ ആശ്വസിപ്പിക്കും. അച്ഛൻ പറഞ്ഞത് അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഡോജൂണിന് അറിയാം. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അത് അനുസരിക്കാനും അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവനാകെ കൺഫ്യൂഷനിലാണെന്ന് സെക്രട്ടറി ഗോയ്ക്ക് മനസ്സിലാവും. റാഷണലായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സെക്രട്ടറി ഗോ അവൻ്റെ അടുത്ത് പറയും. എല്ലാവരും ഡോജൂണിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു. അവൻ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കേൾക്കുന്നു. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് എല്ലാം റിവീൽ ചെയ്താലോ എന്ന് അവൾ മിറാന്റെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ എല്ലാവരുടെയും ഫോക്കസ് ഡോജൂണിലാണ്. നീ റിവീൽ ചെയ്യുവാണെങ്കിൽ ആ ദേഷ്യം നിന്റെ അടുത്തും കൂടി അവർ കാണിക്കും. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഡോജൂൺ ആലോചിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ടാണ് മിറാൻ അവളുടെ അടുത്ത് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഹ്യൂൺ നല്ല ടെൻഷനിലായിരിക്കും എന്ന് ഡോജൂണിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഹ്യൂണിനെ കാണാൻ വരും. എല്ലാവരുടെ ഞാൻ സത്യം തുറന്നു പറയട്ടെ എന്ന് അവൾ ചോദിക്കും. പക്ഷേ ഡോജൂൺ സമ്മതിക്കത്തില്ല. അങ്ങനെ പറയുവാണെങ്കിൽ ഇയാളുടെ ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് മുഴുവൻ എൻ്റെ ഹെൽപ്പോടുകൂടിയാണെന്ന് ആളുകൾ പറയും. അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയും. ജംഗും ഡോജൂണിന്റെ അമ്മയെ മീറ്റ് ചെയ്യും. അവളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ഡോജൂണിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അമ്മയൊന്നും വിട്ടു പറയത്തില്ല. പക്ഷേ ഡോജൂൺ ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിക്ക് ജംഗും പറയുമ്പോൾ അമ്മ ക്യൂരിയസ് ആവും. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ് തോന്നുന്നത്. എന്നാൽ ആ പെൺകുട്ടി സെയോന്റെ ടീം ലീഡർ ആണ്, ആളെ അംബീഷ്യസ് ആണ്. സോഷ്യൽ ലാഡർ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനൊരു ട്രാപ്പില് ഡോജൂണിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഡോജൂണിന്റെ ആവണമെന്നും ഇല്ല എന്ന് ജംഗും അമ്മയോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ ആവും.
ക്രൈസിസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞ് ഡോജുൺ ഒരു മീറ്റിംഗ് വിളിക്കും. എല്ലാവർക്കും അച്ഛൻ പറഞ്ഞ അതേ അഭിപ്രായമാണ്. പക്ഷെ അവനതിന് സമ്മതമല്ലാന്ന് അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. പാർഷ്യലെങ്കിലും ഇത് അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ അത് വല്ലാതെ ബാധിക്കും. ഇപ്പൊ തന്നെ കാര്യങ്ങൾ അത്ര പന്തിയില്ലാന്ന് അവരെല്ലാം അവനോട് പറയുന്നു. ഡോജുനെ കാണാനായിട്ട് അമ്മ കമ്പനിയിലേക്ക് വരുമെങ്കിലും അവൻ മീറ്റിംഗിലായതുകൊണ്ട് സെക്രട്ടറി ഗോയാണ് അമ്മയടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നത്. അമ്മയടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് സെക്രട്ടറി ഗോയോട്ട് അവർ പറയും. എന്താണ് അമ്മയ്ക്ക് അറിയേണ്ടതെന്ന് സെക്രട്ടറി ഗോയ്ക്ക് മനസ്സിലാവും. ഈ കേൾക്കുന്ന റൂമേഴ്സ് ഒന്നും ശരിയല്ലല്ലോ, എന്റെ കുട്ടി അങ്ങനെ ഒരാളല്ലാന്ന് എനിക്കറിയാം. അവന്റെ ചേട്ടനെ അവൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്കും എന്റെ കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇമോഷണൽ ആവുകയും ഒരുപാട് കരയുകയൊക്കെ ചെയ്യും. എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്ന് സെക്രട്ടറി ഗോയ്ക്ക് അറിയത്തില്ല. കേൾക്കുന്ന ഒന്നും സത്യമല്ലല്ലോ എന്ന് മാത്രം അമ്മയ്ക്ക് അറിഞ്ഞാൽ മതി. ഡോജൂൺ അങ്ങനെ ഒരാളല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അമ്മയ്ക്ക് അറിയാമല്ലോ. ഒരിക്കലും നിങ്ങൾക്കാർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു പെരുമാറ്റവും ഡോജുവിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവുകയില്ല. അവൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഒന്നും ലൈറ്റായിട്ട് എടുക്കുന്ന ആളല്ല. എന്ത് കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാറുള്ളൂ. അത്രയും എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും. പിന്നെ ഇപ്പൊ ഈ പുറത്ത് വന്നേക്കുന്ന ന്യൂസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ഡോജു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നും സെക്രട്ടറി ഗോ അമ്മയടുത്ത് പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആശ്വാസം. കോമ്പറ്റീഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള മീറ്റിംഗിന്റെ ഇടയ്ക്കും ഹിയോന്റെ ശ്രദ്ധ ഫോണിലാണെന്ന് മിനുക്ക് കാണുന്നുണ്ട്. അവളെ കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകും. അവരുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നോൺ ആൽക്കഹോളിക് ബിയർ ടേസ്റ്റ് ചെയ്യാനുള്ള രീതിക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇയാൾക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഡോജുവിന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇയാൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഡോജുവിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇയാളെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു എന്നൊക്കെ മിനുക്ക് പറയും. ഇത് കേൾക്കുന്നുണ്ട്, ഇത് എന്റെ ചോയ്സ് ആണ്. ഞാൻ ഈ റിലേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം, അതോർത്ത് വിഷമിക്കണ്ടെന്ന് അവൾ മിനുക്കിന്റെ അടുത്ത് പറയും. ഞാൻ ആദ്യം വീട്ടിലേക്ക് പോകും. ബില്ല് പേ ചെയ്യാനായിട്ട് പേഴ്സ് നോക്കുന്നുണ്ടെ അത് കയ്യിലില്ല എന്നാണ് മനസ്സിലാവും. അന്നേരമാണ് മിറാന്റെ മെസ്സേജ് വരുന്നത്. ഇയാളുടെ പേഴ്സ് എൻ്റെ കയ്യിലാണ്, എന്തുകൊണ്ടാണ് അത് ചോദിച്ചിട്ട് എന്നെ വിളിക്കാത്തത്, നാളെ ഞാൻ അത് തിരിച്ചു തരാം എന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. ഹിയോൺ വീട്ടിൽ വരുമ്പോൾ ജംഗും അവളെ വെയിറ്റ് ചെയ്തോടെ നിൽപ്പുണ്ടാവും. വീടെല്ലാം ചുറ്റി നടന്ന് കാണുമ്പോഴത്തേക്കിനും അവളുടെ കരിയറിനോട് എത്ര പാഷൻ ഉണ്ട് ഹിയോൺ എന്ന് ജംഗുമിനും മനസ്സിലാവും. ഞാൻ ഒരു വാർണിംഗ് തരാനായിട്ട് വന്നതാണ്. ഇയാള് പ്യുവർ ആണ്, ഇന്നസെന്റ് ആണ്. അങ്ങനെയുള്ള ഇയാളെ ഇനിയും ഹേർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ആർട്ടിക്കിൾ റിലീസ് ചെയ്തത് ഞാനാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോജൂണുമായിട്ട് ബ്രേക്കപ്പ് ആവണം. ഡോജൂണിനെ കമ്പനിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകളെ ഇത് ബാധിക്കാനായിട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോളാനാണ് ജംഗും പറയുന്നത്. നിങ്ങൾ ഫാമിലി അല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹിയോൺ ചോദിക്കുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താലും ഇയാൾക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നില്ല. ഇയാളെ ഹേർട്ട് ചെയ്യണമെന്ന് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ജംഗും അവിടുന്ന് പോകുന്നത്. ഉച്ചയ്ക്ക് മിനുവിനൊരു ഫീൽഡ് ട്രിപ്പിന് പോകാനുണ്ട്. അതുകൊണ്ട് രാവിലെ ലീവ് എടുത്തിട്ടാണ് അവൻ ബാറ്റ് വാങ്ങാനായിട്ട് മിറാന്റെ അടുത്തേക്ക് വരുന്നത്. അവളാണെങ്കിൽ അവനെ കൊണ്ട് റെസ്റ്റോറന്റിൽ പോവും, ബേക്കറിയിൽ പോവും. അവനെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല, പേഴ്സൺ തിരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോവുകയാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ ഒന്നും വരാത്തത് കൊണ്ട് ഡോജൂൺ രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഒക്കെ ആരംഭിക്കും ആളുകൾ. അവസാനം മിറാൻ മിനുകിനെ കമ്പനിയുടെ ഫ്രണ്ടിൽ കൊണ്ട് വിടുമ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. പ്രശ്നം ഗുരുതരമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ഹിയോണിനെ കുറിച്ച് ആലോചിച്ച് മിനുക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മിറാനും മനസ്സിലാവും. നിനക്ക് ഹിയോണിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഹിയോണിന് ഡോജൂണിനെയാണ് ഇഷ്ടം. ഇപ്പോൾ ഡോജൂണിനെ പറ്റി ആലോചിച്ചിട്ടാണ് ഹിയോൺ കൺസേൺഡ് ആയിട്ട് ഇരിക്കുന്നത്. നീയും നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഞാൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അവൻ പേഴ്സൺ കൊടുത്തിട്ട് മിറാൻ തിരിച്ചു പോകുന്നത്. ഡോജൂൺ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. നിറച്ച് റിപ്പോർട്ടേഴ്സും ഉണ്ട്. അതിലൊരാൾ ഡോജൂണിനെ കാണും. സംഗതി പ്രശ്നമാകുമെന്ന് കാണുമ്പോൾ സെക്രട്ടറി ഗോയും ഡോജൂണും കാറിൽ കയറി രക്ഷപ്പെടും. റിപ്പോർട്ടേഴ്സ് ഇവരുടെ പുറകെ ചേസ് ചെയ്ത് ചെല്ലും. അവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഡോജൂണിന് മനസ്സിലാവും. ഒരുവിധം കുറെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഒരു കാർ ക്രോസ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തും. നോക്കുമ്പോൾ അത് ഹിയോൺ ആണ്. ഡോജൂണിന്റെ ബ്ലാക്ക് കളറിലെ കാറാണ്. അത് എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു വൈറ്റ് കളറിലെ കാറുമായിട്ടാണ് ഹിയോൺ വന്നേക്കുന്നത്. അതിൽ കയറി രക്ഷപ്പെട്ടോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് സെക്രട്ടറി ഗോ അവൻ്റെ അടുത്ത് പറയും. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായതെന്ന് ഡോജൂണിന് സംശയമുണ്ട്. വരുന്ന വഴി എല്ലായിടത്തും പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കാണുമ്പോൾ പ്രശ്നം ഗുരുതരമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിൽ വിളിച്ച്
അവള് ലീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വിചാരിച്ച കൂട്ട് കാര്യങ്ങൾ പോകുന്നില്ല. ജംഗുമിനും അങ്കിളിനും സന്തോഷമാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മെന്റലി ഡോജുവിനെ ഷേക്ക് ചെയ്ത് ഞാൻ റിസൈൻ ചെയ്യിക്കുമെന്ന് ജംഗും പറയും. എന്റെ ചേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് സ്വന്തം മോൻ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചേട്ടൻ എന്തായാലും ഇടപെടുമെന്ന് അങ്കിള് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ഈസി ആവും. കാരണം ഡോജുവിന് ഹൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ അത് എക്സ്പോസ് ചെയ്യും. അതും കൂടി ആവുമ്പോൾ അവർക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജംഗും അയാളുടെ അടുത്ത് പറയും. ഡോജുവിനെ കൊണ്ട് ഹിയോൺ കുറച്ച് ദൂരെ കാമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അവന് വേണ്ടിയിട്ടാണ് അവളിത് ചെയ്യുന്നതെന്ന് ഡോജുവിന് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷമുണ്ടെന്ന് ഹിയോൺ അവൻ്റെ അടുത്ത് പറയും. അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇയാളുടെ തെറ്റല്ലെന്നും അവൾ പറയും. അവൻ അവളോട് ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയും. അന്നത്തെ ദിവസം അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലെല്ലാം ചുറ്റി നടന്ന് അവർ ടൈം സ്പെൻഡ് ചെയ്യും. ജംഗുവുമായിട്ട് നല്ല റിലേഷൻ അല്ല എന്ന് ഡോജുൻ തന്നെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും. ഞാൻ കുറെ ആയിട്ട് ആലോചിക്കുന്നു, എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ഇതിനിടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ എന്നെയും കുട്ടിയെയും എന്തൊക്കെ പറയുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. എനിക്ക് അത്രയും ക്രിറ്റിസിസം താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് അവള് ഡോജുവിൻ്റെ അടുത്ത് ചോദിക്കും. എന്തുകൊണ്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന് സംശയമുണ്ട്. ഡോജുവിൻ്റെ അച്ഛൻ ഹിയോനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. എന്ത് എക്സ്പ്ലനേഷൻ വേണമെങ്കിലും ഞാൻ തരാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ ഡോജുനുമായിട്ട് ബ്രേക്കപ്പ് ആണെന്ന് മാത്രം എന്നോട് പറയരുത്. ഞാൻ ഡോജുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഹിയോൺ അച്ഛൻ്റെ അടുത്ത് പറയും. എന്തുകൊണ്ടാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോജുൻ ഇത്രമാത്രം ശ്രമിച്ചതെന്ന് അച്ഛന് മനസ്സിലാവും. അവളുടെ പെരുമാറ്റവും സംസാരവും എല്ലാം അച്ഛന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, പക്ഷെ ഇയാൾ പറഞ്ഞാൽ അവൻ കേൾക്കും. അതുകൊണ്ട് ഇയാളുടെ ഹെൽപ്പ് എനിക്ക് വേണമെന്ന് അച്ഛൻ അവളോട് പറയും. അതുകൊണ്ടുകൂടിയാണ് അവൾ ഡോജുവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്കും എനിക്ക് പേടിയായതുകൊണ്ടാണെന്നാണ് അവൾ ഡോജുവിൻ്റെ അടുത്ത് റീസൺ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ഡിനൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരും എന്ന് അവൾ പറയുമ്പോൾ ശരിക്കും അതാണോ ഇയാൾക്ക് വേണ്ടുന്നത്? അത് ഇയാൾക്ക് ഹേർട്ട് ആവത്തില്ലേ എന്ന് അവൻ ചോദിക്കും. എന്തിനാണ് എനിക്ക് ഹേർട്ട് ആവുന്നത്? അത് ഡിനൈ ചെയ്തെന്ന് വെച്ചിട്ട് അത് ഡിസപ്പയർ ആകുന്നില്ലല്ലോ. എനിക്ക് ശരിക്കും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്ര വേണമെങ്കിലും പ്രസിഡന്റിനെ എനിക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കും സർവൈവ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് കുറച്ച് അകലം പാലിക്കാമെന്ന് പറഞ്ഞിട്ട് അവള് പോകും. അന്നേരത്തേക്ക് സെക്രട്ടറി ഗോയെ ഹിയോൺ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഡോജുവിന് തിരിച്ചു പോകണമല്ലോ. ഹിയോണും അച്ഛൻ പറഞ്ഞ കൂട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അവൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ എന്ന് സംശയമുണ്ടെന്ന് ഡോജുൻ പറയും. എല്ലാവരും ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ കാണുമെന്ന് എന്താണ് മനസ്സിലാക്കാത്തത്? നമുക്ക് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഡീൽ ചെയ്യാം. സത്യം പറയുന്നത് കുറച്ച് നീട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നവും വരാനായിട്ട് പോകുന്നില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് സെക്രട്ടറി അവനോട് പറയും. ഡോജുൻ പിറ്റേ ദിവസം ഹിയോണെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലും. അവിടെ അവളില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇല്ല. വീണ്ടും വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട്, കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മാനേജർ ജാങ്ങിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ, ഇന്ന് ലീവ് ആണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയും. അപ്പൊ അവനതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഹിയോണ് മനസ്സിലാവും. കുറച്ച് നാളായിട്ട് മാനേജർ ജാങ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ടീംമേറ്റ്സ് എല്ലാം സസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ടെൻഷനിലാണെന്ന് അവൾ അവനോട് പറയും. ഒരുപാട് ആലോചിച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രസ് കോൺഫറൻസ് നടത്താനായിട്ട് ഡോജുൻ തീരുമാനിക്കും. ഒഫീഷ്യലായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് കൊണ്ട് പ്രോപ്പറായിട്ട് അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയതെന്നാണ് ജംഗു വിചാരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് അപ്പോളജി ഒക്കെ റെഡിയാക്കിക്കൊണ്ടാണ് ഡോജുൻ വരുന്നത്. പക്ഷേ ജംഗുവിനെ അവിടെ കാണുമ്പോൾ അത് മാറ്റിവെക്കും. ഇങ്ങനെ സ്കാനിൽ വന്നതിലും റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തതിലും ആദ്യം അപ്പോളജൈസ് ചെയ്യുകയാണ് ഡോജുൻ ചെയ്യുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല, അതെല്ലാം ഡിനൈ ചെയ്യുന്നു. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടി പ്രഗ്നന്റ് ആണ്, ആ കാര്യങ്ങൾ മാത്രം സത്യമാണെന്ന് അവൻ പറയും. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്തത്. അത് വളരെ വിയേർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കുട്ടിയെ മീറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു. പക്ഷേ വീണ്ടും ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ക്യൂരിയസ് ആയി. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് അവൻ പറയും. റൂമേഴ്സ് എല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിളാണ് ഹിയോൺ പ്രതീക്ഷിച്ചത്. പക്ഷേ പത്രസമ്മേളനം നടത്താൻ പോവാണെന്ന് അറിയുമ്പോഴത്തേക്കിനും അവളെ ധൃതി പിടിച്ച് ടാക്സിയും പിടിച്ച് അങ്ങോട്ടേക്ക് വരും. ആ പെൺകുട്ടിയെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്തു. അവളുടെ സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്ക് അസൂയ തോന്നി. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ആ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വേദനിച്ചു. അന്നേരമാണ് ആ കുട്ടിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ഡോജുൻ പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ഒരേ സമയം സന്തോഷവും ഷോക്കുമാണ്. അത്രയും നേരം പേടിച്ച് നിൽക്കുകയായിരുന്ന സെക്രട്ടറി ഗോയ്ക്ക് ആശ്വാസമാവും. പക്ഷേ ജംഗും വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. അന്നേരം തന്നെ ആരോ വിളിച്ചിട്ട് അടുത്ത പ്ലാനുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്ന് പറയും.
ഞാൻ ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ആ കുട്ടി ഇനിയും വേദനിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ആ കുട്ടിയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും വെറുതെ വിടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണെന്ന് അവൻ പറയും.